നാടിനെയാകെ നടുക്കിയ വാൽപ്പാറ അപകട വിവരം അറിഞ്ഞ ഉടനെ മലപ്പുറം ജില്ലാ ഭരണകൂടം രക്ഷാപ്രവർത്തനവുമായി രംഗത്തിറങ്ങി. പൊള്ളാച്ചിയിലേക്ക് വിദഗ്ധ സംഘത്തെ അയച്ചു. റവന്യൂ, ആരോഗ്യ, പോലീസ് വകുപ്പുകൾ ഒരൊറ്റ മനസ്സോടെ പ്രവർത്തിച്ചത് ദുരിതാശ്വാസ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ചു. മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ എത്തിക്കുന്നതിനും പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകൾക്കും ഉൾപ്പെടെ മഞ്ഞളാംകുഴി അലി MLA അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, കോയമ്പത്തൂർ കളക്ടർ പവൻ കുമാർജി ഗിരിയപ്പനവറുമായി നിരന്തരം ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികൾ അതിവേഗം പൂർത്തിയാക്കി. പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ, മെഡിക്കൽ സംഘം, പോലീസ് എന്നിവർ പൊള്ളാച്ചിയിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാലക്കാട് നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒപ്പം ചേർന്നു. പുലർച്ചെ തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനും രാവിലെ 9 പാങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കാനും സാധിച്ചു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലുമായി പരിക്കേറ്റ് കഴിയുന്ന 4 പേർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി ജില്ലാ ഭരണകൂടം നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. അപകടം അറിഞ്ഞ ഉടൻ മഞ്ഞളാംകുഴി അലി MLA, കുറുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം മാസ്റ്റർ, പാലത്തിങ്ങൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകൾ തീരും വരെയും വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ തുടങ്ങിയവരെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സങ്കടകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. ജനങ്ങൾ മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുക, കണ്ടില്ലേ, വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വളരെ സങ്കടകരമാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആകെ അപ്സെറ്റാണ്. അവർക്ക് നിർബന്ധമായും അവരെ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല രീതിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മടക്കിക്കൊണ്ടിരുന്നു. ആകെ വിഷമത്തിലാണ്. പൊതുദർശനം കഴിഞ്ഞു ഏകദേശം. ഇനി വീടുകളിലേക്ക് മാറ്റുകയാണ്. വീടുകളിൽ അവർ ചെറിയ ക്രിയകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞതിന് ശേഷം അവരവർ തീരുമാനിക്കുന്ന രീതിയിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകുക. പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മറവി ചെയ്യുക. അതുപോലെ തന്നെ വേറെ 2 ഒരു ശേഷക്രിയ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം അവരത് നടപ്പിലാക്കും. ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇന്നലെ ഞങ്ങൾ രാത്രി തന്നെ പോയി കൃത്യമായിട്ട് അവരുടെ അഡ്രസ്സും പേരും ഒക്കെ എഴുതിയെടുത്തു. അതിനുശേഷമാണ് നമ്മൾക്ക് കൃത്യമായിട്ടുള്ളൊരു പേര്. അല്ലാതെ മരിച്ച ആൾക്കാരുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും അവിടെയുള്ള ആൾക്കാർക്കാർക്കും മനസ്സിലായിരുന്നില്ല. നമ്മൾ എഴുതിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹകരിച്ചുകൊണ്ടത് അവർക്ക് പാസ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയത്. ഇപ്പോൾ 3 പേര് അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട് കോയമ്പത്തൂർ. അവർ ICUലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലത്തെക്കാളിലും കുറച്ചുകൂടി ബെറ്ററാണ് ഇപ്പോൾ അവർ. നന്നായിട്ടുണ്ട്, അവർ ആരോഗ്യം നന്നായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പാങ്ങ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം എല്ലാവരും ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് തന്നെ ഈ എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനം നടത്തി. അതുപോലെ എല്ലാ വളണ്ടിയേഴ്സ്, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതുപോലെ എല്ലാവരുടെയും സഹകരണം നാടിന്റെ ഐക്യം ഇതിൽ കാണാനായി വളരെ ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. കാരണം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളിലെ അധ്യാപകരാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് നാടിനെ എല്ലാവരും ദുഃഖത്തിലാഴ്ത്തുകയുണ്ടായി. നിരവധി തലമുറകൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ അധ്യാപകരാണ് മരണപ്പെട്ടു പോയത്. ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികൾ എല്ലാവരും വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെ പരിപൂർണമായ പിന്തുണയും സഹായം ഉണ്ടായി. വളരെ നല്ല രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാൻ നമുക്ക് കഴിയുണ്ടായി. ജില്ലയിലെ MLA മാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളെല്ലാം നേരിട്ടെത്തി നാടിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഇവിടുത്തെ അധ്യാപകർ, ഈ സ്കൂളിനോടൊപ്പം മുന്നോട്ട് ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളായ സഹപ്രവർത്തകരായ അധ്യാപകർ ഒന്നിച്ച് അന്ത്യയാത്രയാവുന്ന വളരെ ദയനീയമായ, ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അവരുടെ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ വലിയ പ്രയാസത്തിലാണ്. നമുക്ക് ആ ദുഃഖം അവരുമായി പങ്കുവെക്കാനും അവർക്ക് സാന്ത്വനമേകാനുമാണ് ഈ സമയത്ത് സാധിക്കുക. ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ ആ ഒരു രീതിയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ പലരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം വല്ലാത്ത ഒരു പ്രയാസത്തിലാണ് അവരൊക്കെ ഉള്ളത്. സത്യത്തില് MLA പറഞ്ഞതുപോലെ തന്നെ ആശ്വാസവാക്കുകൾ ഇല്ല. ആ രീതിയിൽ ഒരു നാടൊന്നടങ്കം കണ്ണീരിലാണ് ഒരു നാട്. ഈ കുട്ടികള്, ഈ അവരുടെ അധ്യാപകരുടെ വിരഹത്തിന്റെ വേദന അല്ലെങ്കിൽ ആ വേർപാടിന്റെ നൊമ്പരം എന്നും അവർക്ക് മാറും. അവരുടെ മനസ്സിൽ മായാതെ മങ്ങാതെ അങ്ങ് കിടക്കും. എന്തായാലും നമ്മളൊക്കെ ഇതുപോലുള്ള വിധികളെ സ്വീകരിച്ചല്ലേ പറ്റൂ. അത് ഈ അനുശോചനം ഞങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്.
ഈ ഇതിൽ ബന്ധപ്പെട്ട കലക്ടർക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. വേണ്ടതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഈ രംഗത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.